ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ്? ഇതും പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് പബ്ലിക് ഡെറ്റ്, എന്തുകൊണ്ടാണ് പബ്ലിക് ഡെറ്റ് ഉണ്ടാകാനുള്ള കാരണം, അതായത് എപ്പോഴാണ് ഈ ദ ഗവൺമെൻറ് റവന്യൂ ഈസ് സഫീഷ്യൻ്റ് ആണെങ്കിൽ എന്തിനാണ് അത് ഗവൺമെൻറ് റവന്യൂ, അതായത് റവന്യൂ ടാക്സേഷൻ പ്ലസ് സ്കോപ്പ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പബ്ലിക് ഡെറ്റ് ഉണ്ടാകണേ എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നാണ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ്. അത് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ് പറയുന്നതിന് മുൻപ് നമ്മൾ നോക്കാം എന്താണ് പബ്ലിക് ഡെറ്റ്. Public debt refers to the loans raised by the government to meet its expenditure. Loans raised by the government to meet its expenditure. സർക്കാർ കടം ഉണ്ടാക്കുക, ഇതിനു വേണ്ടി സർക്കാരിൻ്റെ ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട്. കാരണം പലപ്പോഴും ഫണ്ട് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്, സർക്കാർ ചുമത്തുന്ന നികുതി വേണ്ടത്ര അളവിലില്ലെങ്കിൽ സർക്കാർ ചെലവുകളെ മീറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സർക്കാർ കടം വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ സർക്കാരിന്റെ കടത്തെ വിളിക്കുന്ന പേരാണ് കേട്ടോ, ദാറ്റ് ഈസ് ദ ലോൺസ് റേസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പബ്ലിക് ഡെറ്റ്. അപ്പോൾ പബ്ലിക് ഡെറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ലോൺസ് എടുക്കുന്നതിന്റെ കാരണം എന്താ, ഫണ്ട് അല്ലെങ്കിൽ റവന്യൂ ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. അപ്പോൾ ഒരു പക്ഷേ ഇഫ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ റവന്യൂ, എക്സ്പെൻഡിച്ചർ റവന്യൂവേക്കാൾ കൂടുതലായിട്ട് വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റിന്റെ ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് പബ്ലിക് ബോറോയിങ് അല്ലെങ്കിൽ പബ്ലിക് ലോൺസുകൾ എടുക്കേണ്ടി വരും. ഇതാണ് പബ്ലിക് ഡെറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം പബ്ലിക് ഡെറ്റ് റെഫേഴ്സ് ടു ദ ലോൺസ് റേസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ്? പബ്ലിക് ഡെറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ചില കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സർക്കാർ കടം വാങ്ങിക്കേണ്ട ഗതികേടിലോട്ട് എത്തുന്നത്? അതായത് ടാക്സ് സഫീഷ്യൻ്റ് ആണെങ്കിൽ, റവന്യൂ സഫീഷ്യൻ്റ് ആണെങ്കിൽ സർക്കാർ അതിൻ്റെ സ്കോപ്പില്ല, അതിന് ലോൺ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ചെലവാണ് വരവിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. ഈ അവസരത്തിൽ ചെലവുകളെ മീറ്റ് ചെയ്യാനായിട്ട് സർക്കാരിന് കടം വാങ്ങിക്കേണ്ട ഗതികേട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കടം വാങ്ങിക്കേണ്ടത്? ഇവിടെ 10ഓളം കാരണങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ടു കവർ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, സെക്കൻഡ് ടു മെയിൻറ്റെയിൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, തേർഡ് ടു ഫിനാൻസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഫോർത്ത് ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് എമർജൻസീസ്, ഫിഫ്ത്ത് ടു ഫിനാൻസ് വാർ, നെക്സ്റ്റ് ടു ഫിനാൻസ് പബ്ലിക് എന്റർപ്രൈസസ്, നെക്സ്റ്റ് ടു ക്യാരി ഔട്ട് വെൽഫെയർ പ്രോഗ്രാം, നെക്സ്റ്റ് പോയിന്റ് to create social overheads, then next to have better allocation of resources, and last is that creation of essential non-income yielding assets. These are the main important causes of public debt. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ്, 5 മാർക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ്? ഒന്നാമത് പറയാണ് ടു കവർ ബഡ്ജറ്റ് ഡെഫിസിറ്റ്. That is, to fill up the gap between expenditure and revenue, here there is a need of public borrowing or here there is a need of public debt. That is to cover budget deficit എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ റവന്യൂയേക്കാൾ കൂടുതലായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചറും ഈക്വൽ അല്ലാത്ത സന്ദർഭങ്ങൾ, അതായത് ദേ ആർ നോട്ട് ഈക്വൽ അല്ലാത്ത സന്ദർഭം, അതായത് എപ്പോഴാണ് എക്സ്പെൻഡിച്ചർ പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂയേക്കാൾ കൂടുതലായിട്ട് വരുന്നത്, ആ സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. അപ്പം ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കവർ ചെയ്യാനായിട്ട് ഹിയർ ദർ ഇസ് എ നീഡ് ഓഫ് പബ്ലിക് ഡെറ്റ് ഓർ പബ്ലിക് ബോറോയിങ്. അതായത് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഗവൺമെന്റിന്റെ ചെലവുകൾക്ക് വരുമാനത്തിനേക്കാൾ കൂടുതലായിട്ട് വന്നാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂയേക്കാൾ കൂടുതലായിട്ട് വന്നാൽ നമ്മൾ ഇത് വിളിക്കുക അതിന് ഡെഫിസിറ്റ് ബഡ്ജറ്റ് കേട്ടോ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഈ ഡെഫിസിറ്റ് ഓവർകം ചെയ്യാനായിട്ട് സർക്കാരിന് പലപ്പോഴും ബോറോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഡെറ്റ് ഉണ്ടാകേണ്ട ഗതികേട് വരുന്നു. ഇതാണ് ഒന്നാമത്തെ കാരണം, ടു കവർ ബഡ്ജറ്റ് ഡെഫിസിറ്റ്. And second is that maintain economic stability.
ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് നമുക്കറിയാം there are two important economic instability. One is that inflation, other is that deflation, അല്ലെങ്കിൽ boom or depression. These are the two important economic instabilities. ഒന്നുകിൽ ഇൻഫ്ലേഷൻ വരാം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ വരാം. ഈ രണ്ട് സന്ദർഭങ്ങളും ഓവർകം ചെയ്യണമെങ്കിൽ ഹിയർ ദർ ഇസ് എ നീഡ് ഓഫ് പബ്ലിക് ബോറോയിങ്. ഇൻഫ്ലേഷൻ പീരീഡിലെ ഇപ്പൊ നമുക്കറിയാം ഇക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരണം. അപ്പൊ രണ്ട് ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റീസ് ആണ്, അസ്ഥിരതകളാണ് പണപ്പെരുപ്പവും പണച്ചെരുക്കവും. പണപ്പെരുപ്പം പണച്ചുരുക്കം. അപ്പൊ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് മണി സപ്ലൈ ഇൻ അവർ ഇക്കോണമി. പണത്തിന്റെ സർക്കുലേഷൻ കൂടുക. പണത്തിന്റെ സപ്ലൈ കൂടുമ്പോൾ അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? ഇൻഫ്ലേഷനറി ടെൻഡൻസി ചാൻസ് ഉണ്ട്. ഇത് ഓവർകം ചെയ്യാനായിട്ട് സർക്കാർ എന്ത് ചെയ്യണം? പബ്ലിക് ബോറോയിങ് കൂട്ടുക. ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കാർ കൂടുതലായിട്ട് ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുക. കടം വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പണം ജനങ്ങളിൽ നിന്ന് എവിടോട്ട് വരും? സർക്കാരിലോട്ട് വരും. തിരിച്ച് സർക്കാർ എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ആർക്ക് വിൽക്കുന്നു? ജനങ്ങൾക്ക് വിൽക്കുന്നു. അങ്ങനെ പണത്തിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഇൻഫ്ലേഷണറി പീരീഡ്. അപ്പം ഡ്യൂറിങ് ഇൻഫ്ലേഷണറി പീരീഡ് ഗവൺമെന്റ് ഇൻക്രീസ് ഇറ്റ്സ് പബ്ലിക് ഡെറ്റ്. ഡിഫ്ലേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കംസ് ടു ദ ലോവസ്റ്റ് ലെവൽ. എല്ലാ പ്രവർത്തനങ്ങളും താഴോട്ട്. ചുരുക്കം പറഞ്ഞ ഡിമാൻഡ് ഇല്ല, സപ്ലൈ ഇല്ല, പ്രൈസ് കുറവാണ്, മണി സപ്ലൈ ഇല്ല, അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ സന്ദർഭങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് സർക്കാർ എന്ത് ചെയ്യണം? മണി സപ്ലൈ കൂടണം, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പബ്ലിക് ബോറോയിങ് നേരത്തെ കൂട്ടിയത് ഇപ്പൊ എന്ത് ചെയ്യണം? പബ്ലിക് ഡെറ്റ് കുറയ്ക്കുക. സർക്കാർ നേരത്തെ വാങ്ങിച്ച പണം, ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ആ കടം വാങ്ങിച്ച പണം മുഴുവൻ ആർക്ക് കൊടുക്കണം? ജനങ്ങളിലോട്ട് കൊടുക്കുക. തിരിച്ച് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് വിട്ട ബോൺസും സെക്യൂരിറ്റീസും ആർക്ക് കൊടുക്കണം? സർക്കാരിലോട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പണത്തിന്റെ ഒഴുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നു. Thus to maintain economic stability, either increasing public borrowing or decreasing public borrowing through inflationary and deflationary period. That is in the inflation and deflation situation. ഇൻഫ്ലേഷണറി പീരീഡില് പബ്ലിക് ബോറോയിങ് കൂട്ടുന്നു, ഡിഫ്ലേഷൻ പീരീഡില് പബ്ലിക് ബോറോയിങ് കുറയ്ക്കുന്നു. അങ്ങനെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കാണ്. എന്തിനു കാരണമാകുന്നത്? പബ്ലിക് ഡെറ്റ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം. മെയിൻറ്റെയിൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി. And third is that to finance economic development. ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുപോകാനായിട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ ക്യാപിറ്റൽ ഫോർമേഷൻ സാധ്യമാക്കാൻ ഹിയർ ദെർ ഈസ് എ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെറ്റ് കൊണ്ട് അവികസിത രാജ്യങ്ങളിലെ മൂലധന രൂപീകരണം സാധ്യമാകുന്നു. സർക്കാർ കടം വാങ്ങിച്ചുകൊണ്ട് ഈ പണം ഇക്കണോമിക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുക. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി എന്തിന് കാരണമാകുന്നു? ഹിയർ ദെർ ഈസ് എ ഇൻക്രീസ് ദ ഇൻകം ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഇൻകം, സേവിംഗ്, investment, capital formation. Thus the underdeveloped country move the path of developing country. അപ്പം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ സാമ്പത്തിക വികസനം സാധ്യമാക്കാനായിട്ട് പബ്ലിക് ബോറോയിങ് സഹായിക്കുന്നു. പബ്ലിക് ബോറോയിങ് വരുന്നത് വഴി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ പുതിയ ന്യൂ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ്. ത്രൂ ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇറ്റ് ഇൻക്രീസ് ദ എംപ്ലോയ്മെന്റ്, increase the income, saving, investment, capital formation. Thus the economy move the path of economic growth or economic development. That is equal to to finance economic development. Next is that ഇനി പബ്ലിക് ബോറോയിങ് അല്ലെങ്കിൽ പബ്ലിക് ഡെറ്റിന്റെ മറ്റൊരു കാരണമാണ് ടു മീറ്റ് അൺഎക്സ്പെക്ടഡ് എമർജൻസി. ഏതെങ്കിലും അത്യാവശ്യം പെട്ടെന്നുണ്ടാകുന്ന, നമ്മൾ ചിന്തിക്കാതെ വരുന്ന ചില പ്രശ്നങ്ങൾ. ഈ അടുത്ത കാലത്ത് വന്ന സുനാമി, അതായത് നമുക്കറിയാം പ്രളയം, കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് പ്രളയം വന്നിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന കൊറോണയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ചെലവുകൾ ഉണ്ടോ. ഒന്നുകിൽ ഫാമിനായിട്ട്, ക്ഷാമമായിട്ട് വരുന്നു, വെള്ളപ്പൊക്കമായിട്ട് വരുന്നു. ഇതുപോലെ പല അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന എമർജൻസീസ്. ടു ഫിനാൻസ് ദീസ് അൺഎക്സ്പെക്ടഡ് എമർജൻസീസ് ഹിയർ ദെർ ഈസ് എ നീഡ് ഓഫ് പബ്ലിക് ഡെറ്റ്.
അപ്പം പബ്ലിക് ഡെറ്റ് നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നമുക്ക് അത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചില സന്ദർഭങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇത്തരം എമർജൻസികളായ പ്രളയമോ വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഇത്തരത്തിലുള്ള കൊറോണ അതായത് കോവിഡ് അല്ലെ അതായത് COVID-19 പോലെയുള്ള ചില ഇവന്റ്സ് വരുമ്പോൾ ഇങ്ങനെ വരുന്ന പ്രത്യാഘാതങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് സർക്കാർ പലപ്പോഴും കടം വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ പബ്ലിക് ഡെറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നു. That is another important causes of public debt to meet the unexpected emergencies like war ആയിരിക്കാം. Here there is a war, famine, floods, any epidemics, etc. Here there is a possibility of increasing public debt or public borrowing. And next is that to finance the war. So either war finance ചെയ്യാൻ. Modern war is a costly affair. ആധുനിക രീതിയിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കോസ്റ്റ്ലി എഫെയർ ആണ്. ഇത് കോസ്റ്റ്ലി എഫെയർ എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് പിടിച്ചൊരു പ്രോസസ്സാണ്, സംഗതിയാണ്. ഇവ ഓവർകം ചെയ്യണമെങ്കിൽ there is a need of new arms, equipments, weapons, etc. This also may creating the need or causes of public debt. അപ്പൊ പബ്ലിക് ഡെറ്റ് കൂടാനുള്ള മറ്റൊരു കാരണം ആധുനിക സർക്കാരിന് നമുക്കറിയാം that is to meet the war a costly affair during nowadays. അല്ലെങ്കിൽ മോഡേൺ ഗവൺമെന്റ് വാർ ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി affair. അതായത് ഇന്നത്തെ സർക്കാരിനെ വാർ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചെലവ് പിടിച്ചൊരു സംഗതിയാണ്. ഇതുകൊണ്ട് here there is a need of to meet the war expenditure. Here there is a need of public debt. സർക്കാർ കൂടുതലായിട്ട് പണം കടം വാങ്ങിക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നു. Then to carry out welfare programs. So many welfare programs are undertaken by the government. There is here there the programs like to promote education, then providing health facilities, then providing so many schemes and example pensions. There are so many pensions, then social security measures are undertaken by the government to promoting social welfare. അപ്പം ഇത്തരത്തിലുള്ള രീതികളിൽ പ്രധാനമായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പല പ്രോഗ്രാമുകൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്. ഇതുപോലെ വെൽഫെയർ പ്രോഗ്രാമുകളായ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സുകളായ ഓൾഡ് ഏജ് പെൻഷൻ, വിഡോ പെൻഷൻ, ഹാൻഡിക്യാപ്ഡ് പെൻഷൻ, അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് എന്താണ് ഈ റവന്യൂ കൊണ്ട് സർക്കാരിന്റെ ഇന്നത്തെ നിലവിലുള്ള റവന്യൂ കൊണ്ട് സഫീഷ്യന്റ് അല്ലാത്തത് കൊണ്ട് സർക്കാർ പലപ്പോഴും കടം വാങ്ങിക്കാനായിട്ട് കാരണമാകും. ദാറ്റ് ഇസ് ദ അനദർ ഇമ്പോർട്ടന്റ് റീസൺ ഫോർ ദ പബ്ലിക് ഡെറ്റ്. And next is that to create social overheads. To create social overheads എന്ന് പറഞ്ഞാൽ to provide essential service like industrial development, then railways, communication, etc. അപ്പം ഇത് കൊടുക്കാനായിട്ട് അതായത് സോഷ്യൽ ഓവർഹെഡ് ഫെസിലിറ്റികളായ വ്യവസായങ്ങളുടെ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റെയിൽവേയുടെ ഇംപ്രൂവ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇതിനൊക്കെ വേണ്ടി സർക്കാർ പലപ്പോഴും കടം വാങ്ങിക്കേണ്ട ആവശ്യകത വരുന്നു. അത് ഈ സേവനങ്ങളൊക്കെ പലപ്പോഴും ആര് കൊടുക്കാറില്ല? സ്വകാര്യ വ്യക്തികൾ കൊടുക്കാറില്ല, സർക്കാർ മാത്രമേ കൊടുക്കാറ്. ഇതുകൊണ്ട് ടു റൺ ദീ സോഷ്യൽ ഓവർഹെഡ്സ് ഓർ എസെൻഷ്യൽ സർവീസസ് ഹിയർ ദർ ഇസ് എ നീഡ് ഓഫ് public debt here. And next is that to have better allocation of resources. That is misallocation of resources due to the imperfections in the market. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് കൊണ്ടാണ് പലപ്പോഴും എന്തുണ്ടാകുന്നത്? മിസ് അലോക്കേഷൻ വരുന്നത്. മാർക്കറ്റ് പ്രോപ്പർ ആണെങ്കിൽ, എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ ഹിയർ ദർ ഇസ് എ നോ misallocation of resources. If the resources are allocated in a efficient manner, proper manner, this is very essential for the development of economy. For that purpose, for the avoidance of misallocation, here there is a need of public debt or public borrowing. That is another important cause.